ഇന്നലെ ഇട്ട വീഡിയോ തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ് ഈ പറയുന്ന കുടുംബത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് വലിച്ചു കീറിയിട്ട് ഏറ്റവും അവസാനം ഓരോ യൂട്യൂബേഴ്സും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ പേരിൽ കിടന്ന് ഒച്ചപ്പാടും ബഹളവും എടുത്തിട്ട് ഒരു കാര്യവുമില്ല. ഏറ്റവും അവസാനം ഈ വീട്ടുകാരൊന്നാവും ഈ പറയുന്ന കുറ്റങ്ങളും കുറവുകളും മൊത്തം ഈ പറയുന്ന റിവ്യൂ ചെയ്യുന്ന റിയാക്ടേഴ്സിന് മാത്രമായിട്ട് വരും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രണവ് ആൻഡ് പ്രവീൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെയും ഇനിയെന്നാളും ഒക്കെ ആയിട്ട് ഒരുപാടധികം കോൺട്രവേഴ്സികളാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാടധികം പ്രശ്നങ്ങൾ അവരുടെ ഫാമിലിയിൽ പണ്ട് തൊട്ടേ ഉണ്ട്. അതൊന്നും ആളിക്കത്തിക്കൊണ്ട് ഇപ്പോ മൂത്ത മകനായിട്ടുള്ള പ്രവീണയെയും പുള്ളിക്കാരന്റെ ഭാര്യയെയും ഇപ്പോ അച്ഛനും ഇളയ മകനും അമ്മയും കൂടി വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ്. അതിനുശേഷം പുതിയൊരു വീടെടുത്ത് താമസിക്കുന്നു, അവർക്കൊരു ആൺകുട്ടി ഉണ്ടാകുന്നു. അതിനോടനുബന്ധിച്ചുകൊണ്ട് ഈ പറയുന്ന അച്ഛനും ഇളയ അനിയനും അമ്മയും ആ ഒരു ആൺകുട്ടിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അവിടെ ആക്ടിങ്ങിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ അവരുടെ വെറും അഭിനയം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ പറയുന്ന പ്രവീണും ഭാര്യയും തന്നെയാണ് ഒരു റിയാക്ഷൻ വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞത്. വെറും അഭിനയമായിരുന്നു ഈ പറയുന്ന ഹോസ്പിറ്റലിൽ വന്നതും ആ ഒരു കുട്ടിയെ എടുത്തതും അച്ഛനും അനിയനും അമ്മയൊക്കെ ഉമ്മ വെച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരുടെ യൂട്യൂബ് അക്കൗണ്ടിൽ കൊണ്ടുപോയി അതങ്ങ് പോസ്റ്റ് ചെയ്തു. അപ്പൊ എല്ലാവരുടെയും മുന്നിൽ പുണ്യാളന്മാരായി. അങ്ങനെ തന്നെയാണ് ഈ പറയുന്ന പ്രവീൺ ഒരു റിയാക്ഷൻ വീഡിയോന്റെ ഭാഗമായിട്ട് പറഞ്ഞത്. അതേ പ്രവീൺ തന്നെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ല, ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. കുറച്ച് നേരങ്ങൾക്ക് മുന്നേ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ പ്രവീൺ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശം സിറ്റുവേഷനിലാണ്. ആരാണ് ആക്കിയത്? പ്രവീൺ തന്നെ. ആദ്യം വീഡിയോ ഇട്ട് ഇത്തരത്തിലൊരു മോശം സിറ്റുവേഷനിൽ തന്റെ ഫാമിലിയെ തള്ളിവിട്ടത് പ്രവീണും പ്രവീണിന്റെ ഭാര്യയും തന്നെയാണ്. അതിനകത്ത് സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിന് യാതൊരു പങ്കുമില്ല. അതിനുശേഷം ഈ പറയുന്ന ഞങ്ങൾ ഈ ഒരു വീഡിയോ പുറത്തു വിട്ടത് എൻ്റെ ഭാര്യയും ഞാനും ആ ഒരു വീട്ടിൽ അനുഭവിച്ച കാര്യങ്ങൾ പുറത്ത് ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങൾ അറിഞ്ഞതിന്റെ പ്രശ്നം തന്നെയാണ് ഇത്. ജനങ്ങൾ അറിയാൻ വേണ്ടി യൂട്യൂബിൽ വന്ന് ഇത്രയും റീച്ചുള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഇത്തരത്തില് വലിയൊരു ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ഒരു അലിഗേഷൻ ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിയാക്ടേഴ്സ് ഇതെടുത്ത് വീഡിയോ ഉണ്ടാക്കി റിയാക്ട് ചെയ്യുമെന്നും ഉള്ളത് സത്യം തന്നെയാണ്. പിന്നെ അവരിത് പറഞ്ഞു ഇപ്പൊ എന്റെ ഫാമിലിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ, ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കുന്നു. വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. ആ ഒരു വീഡിയോ കാണേണ്ടവരെല്ലാവരും കണ്ടു. ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കുന്ന സമയത്ത് ഏകദേശം 6.8 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു. അതായത് 68 ലക്ഷം പേര് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടാനുള്ള ഈ പറയുന്ന എമൗണ്ട് ഒക്കെ പുള്ളിക്കാരന് കിട്ടിക്കാണും. പിന്നീട് ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കി, ഇനി ആരും ഇതിനെപ്പറ്റി സംസാരിക്കരുത്, എല്ലാവരും വിട്ടുകളാ, ഞാനും എൻ്റെ വീട്ടുകാരും കൂടെ ഒന്നിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഇനിയും രണ്ട് വീട്ടുകാരും തമ്മിൽ വഴക്കിട്ട് നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്നൊരു കാര്യം ഏകദേശം ഉറപ്പായി. കാരണം കീർത്തന എന്ന് പറഞ്ഞൊരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു. ഈ പറയുന്ന പ്രവീണായാലും പ്രണവിനായാലും ഒരുപോലെ ഇവര് തമ്മിൽ കൂട്ടായിരുന്നു, ഒരു ഗ്യാങ് ആയിരുന്നു ഇവര്. ഈ പറയുന്ന കീർത്തനയെ പ്രവീണിന്റെ കല്യാണം വിളിച്ചില്ല. ആ സമയത്ത് ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് കീർത്തന പ്രവീണയും പ്രണവിനെയും പറ്റിക്കൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ആ ഒരു വീഡിയോന്റെ അടിയിൽ പ്രണവിന്റെ അച്ഛന്റെ അനിയത്തിയുടെ മകള് പുള്ളിക്കാരത്തി വന്നിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമന്റില് ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് എന്നെയും എൻ്റെ വീട്ടുകാരെയും വീട്ടിൽ കയറി തല്ലാൻ വന്നവരാണ് പ്രണവും പ്രവീണും പ്രവീണിന്റെ അച്ഛനും എന്ന് ഒരു പറയുന്ന ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും അത് ഈ ഒരു ഫാമിലി അത്രക്കാരല്ല, അവർ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു കമന്റിനെ അത്തരത്തിൽ അങ്ങോട്ട് മാറ്റി വെച്ചു. പക്ഷെ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ആ ഒരു കമന്റിന് വാല്യൂ തോന്നിയിട്ട് എല്ലാവരും ആ കാര്യം എന്തെന്ന് അറിയാനായിട്ട് ചെന്നത്. അപ്പോ ആ ഒരു പെൺകുട്ടി പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ വന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം ഈ പറയുന്ന പ്രവീണും പ്രണവും അവരുടെ വീട്ടുകാരും എന്താണ് ഏതാണെന്നൊക്കെ. ഈ പറയുന്ന സ്വന്തം സഹോദരിയുടെ മകളെ വരെയും വീട്ടിൽ കയറി തല്ലാനായിട്ട് ഇരുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ ഒരു പോലീസ് കേസിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് അന്ന് ജീവൻ കിട്ടിയത് എന്നുള്ള രീതിയിലും ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്. ഇവരുടെ അച്ഛന്റെ അനിയത്തിയുടെ മകളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒരു വീഡിയോന്റെ ഒരു ഇന്റർവ്യൂവിന്റെ താഴെ കമന്റ് ആയിട്ടാണ് ഈ പറയുന്ന കാര്യം പുള്ളിക്കാരത്തി പറയുകയുണ്ടായത്. അപ്പോൾ ഇതൊക്കെ കൂടി ആയപ്പോ ഇനിയും ഈ പറയുന്ന പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോയി ഫാമിലീസ് തമ്മിൽ അടിയായി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് ചെല്ലുമെന്നും ഈ പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് ചെല്ലുമെന്നും എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ള കേസ് ചോദിച്ചറിയുമെന്നൊക്കെ മനസ്സിലായിട്ട് തന്നെയാണ് ഈ പറയുന്ന പ്രശ്നം ഇപ്പോൾ ഇങ്ങനെ അങ്ങ് സോൾവ് ആക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ പറയുന്ന വീഡിയോ അങ്ങ് പ്രൈവറ്റ് ആക്കിക്കൊണ്ട് ഈ ഒരു സ്റ്റോറി ഇട്ടിരിക്കുന്നത്. ഈ സ്റ്റോറി ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവീണിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മതി. ഞങ്ങളുടെ ഫാമിലി ഇപ്പോൾ സൈബർ ക്രൈമിന്റെ അല്ലെങ്കിൽ ഒരു സൈബർ ആയിട്ട് ഞങ്ങൾ ഒരുപാട് പുള്ള് ചെയ്യുന്നുണ്ട്. അൺമാസ്കിംഗ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തത് ഞങ്ങളുടെ യഥാർത്ഥ സിറ്റുവേഷൻ അറിയിക്കാനാണ്. ആ സിറ്റുവേഷൻ അറിഞ്ഞതിന്റെ പ്രശ്നം തന്നെയാണ്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രവീണെ ഇത്തരത്തിലുള്ള വീഡിയോസ് യൂട്യൂബിൽ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം.
എപ്പോഴെങ്കിലും ഒരിക്കലും ഫാമിലി ആയിട്ട് ഒന്നിച്ച് ജീവിക്കേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയാലും സോഷ്യൽ മീഡിയക്കാർ സമ്മതിക്കില്ല. സോഷ്യൽ മീഡിയ മുന്നോട്ട് പോകുന്ന പാറ്റേൺ തന്നെ അതാണ്. ഇപ്പൊ കാര്യങ്ങൾ എന്ത് കാര്യം നമ്മുടെ ലോകത്ത് വരുന്നെങ്കിലും അല്ലെങ്കിൽ എന്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നെങ്കിലും എല്ലാവരും എല്ലാത്തിനെ പറ്റി അറിയുന്നത് സോഷ്യൽ മീഡിയ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോ വീട്ടിലെ പ്രശ്നം നാട്ടിൽ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അറിഞ്ഞത് ആൾക്കാർ അറിഞ്ഞു. ഇപ്പോ പ്രവീൺ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞത്. എന്റെ ഭാര്യയെ ചവിട്ടി, 9 മാസം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ഭാര്യയുടെ വയറ്റിൽ ചവിട്ടി, അച്ഛനും ഇളയ അനിയനും കൂടി എന്നെ തോളടിച്ചു പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ ആ പാടും, ചുണ്ട് പൊട്ടിയ പാടും, പറഞ്ഞ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചത് ഈ പറയുന്ന പ്രവീൺ തന്നെയാണ്. ഏറ്റവും അവസാനം അൺമാസ്കിംഗ് എന്ന് പറഞ്ഞ വീഡിയോ ജനങ്ങൾ ഇതിനെപ്പറ്റി അറിയാനായിട്ട് ഇട്ടതാണ് എന്ന് വെച്ച് ഫാമിലിയെ സൈബർ ബുള്ളി ചെയ്യരുത് എന്ന് പറയുന്നത് എന്ത് മീനിങ് ആണ് അതിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഒരുപാടധികം വീഡിയോസും സ്റ്റോറീസ് ഒക്കെ ഇട്ടിട്ട് ഈ വിഷയത്തെ ഒരുപാട് വഷളാക്കാൻ ശ്രമിക്കരുത്. കാരണം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി സംസാരിക്കാനും അതിന്റെ കാര്യങ്ങൾ അതിന്റെ വാലുമ്മ പിടിച്ച് കയറാനും ഇവിടെ ഒരുപാടധികം യൂട്യൂബേഴ്സ് ഉണ്ട്. ഈ പറയുന്ന ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, എന്താണ് ഈ സമയത്ത് കിട്ടുന്ന റീച്ചിന് വേണ്ടിയിട്ടാണ്, ഈ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ഈ പണി ചെയ്ത് എന്റെ ഫാമിലിയെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന്. അതെ, ഈ പറയുന്ന റീച്ചിന് വേണ്ടി തന്നെയല്ലേ പ്രവീണും പ്രണവും ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളും ചെയ്തത്. ഈ ഒരു ഒറ്റ പ്രശ്നം കൊണ്ട് എത്ര പൈസ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കി, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എത്ര പൈസ ഉണ്ടാക്കി. ഈ പറയുന്ന പ്രണവ് കൊച്ചു എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് 4 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടിയ വ്യൂസും എത്ര പൈസ ഉണ്ടാക്കി. ഇപ്പൊ പ്രവീണും ഇട്ട വീഡിയോസിൽ നിന്ന് എങ്ങനെയൊക്കെ പോയാലും ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ ജനങ്ങൾ കാണുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോ ഈ ഒരു എമൗണ്ട് കിട്ടുമ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. പിന്നീട് അവിടെ വന്ന് ജനങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഫാമിലിയെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇതുവരെ അവർ ഒന്നിച്ചിട്ടില്ല, പക്ഷെ ഒന്നിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അതിന്റെ ഒരു ഫസ്റ്റ് ചവിട്ടുപടി തന്നെയാണിത്. ഇതുപോലെ ഈ പ്രശ്നം ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന കീർത്തനയായാലും അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു കസിൻ സിസ്റ്റർ ആയാലും ഇതിന്റെ വാലുമ കയറി പിടിച്ച് വരുമോ എന്നൊക്കെ മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു പ്രോബ്ലം ഇവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിക്കാന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണെങ്കിലും പ്രവീണിന്റെ ഭാര്യക്കും വീട്ടിൽ സംഭവിച്ചത് ശരിയായ കാര്യമെന്നല്ല നമ്മൾ പറഞ്ഞത്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് പെരുമാറിയിട്ട് പിന്നെ യൂട്യൂബേഴ്സ് അതെടുത്ത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഒട്ടും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഈ പറയുന്ന പ്രണവ് കൊച്ചുവും ഈ പറയുന്ന പ്രവീണിന്റെ അച്ഛനും എല്ലാവരും ചെയ്തത്. 9 മാസം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന പ്രവീണിന്റെ ഭാര്യയെ വയറ്റിൽ ചവിട്ടുക, അതുപോലെ തന്നെ സ്വന്തം മകനെ മതിലുമ ചേർത്ത് വെച്ച് അച്ഛൻ പിടിച്ചു കൊടുത്തിട്ട് ഇളയ മകൻ പിടിച്ചിടിക്കുക, ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. ഇതിനെപ്പറ്റി നിയമപരമായിട്ട് കുറെ കാര്യങ്ങൾ ഇവർക്കെതിരെ വന്ന സമയത്ത് ഈ പറയുന്ന പ്രവീണിന്റെ ഭാര്യയും തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് അച്ഛനും സഹോദരങ്ങൾക്കും എതിരെ ഒരു പരാതിയും ഇല്ല എന്നുള്ള കേസ്. ഇവരോട് പോലീസ് ആയാലും അല്ലെങ്കിൽ മറ്റ് അസോസിയേഷൻസ് ആയാലും ഇവരോട് ചോദിച്ചിരുന്നു ഞങ്ങൾ ഈ പറയുന്ന ലീഗലി മുന്നോട്ട് പോകണമെന്ന്. അപ്പൊ ഇവർ തന്നെയാണ് പറഞ്ഞത് ലീഗലി മുന്നോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളത് വിട്ടു, അവരായിട്ട് ഇനി കോണ്ടാക്ട്സ് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഇവർ പറയുന്ന പല വോയിസ് റെക്കോർഡുകളും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഓടുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. അപ്പോൾ സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട് വരുന്ന കോൺട്രവേഴ്സീസ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ചയായി. പ്രത്യേകിച്ച് ഇവരുടെ ചാനലിന്റെ കേസ് പറയണ്ടല്ലോ. ഇപ്പൊ ഫസ്റ്റ് തൊട്ട് ഒരു ഡാൻസ് വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ട് ഒരുപാടധികം റീച്ച് കിട്ടിയ ചാനലാണ്. പിന്നീട് പ്രവീണിന്റെ ഈ പറയുന്ന പ്രണവിന്റെയും പല പല കോണ്ടന്റുകളായാലും ഫാമിലി വ്ളോഗ്സ് ആയാലും പിന്നെ ഈ പറയുന്ന പ്രവീണിന്റെ മാരേജ് ആയാലും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ കൊണ്ടാടിയ കാര്യം തന്നെയാണ്. ഇവരുടെ ഓരോ വീഡിയോസിനും 10 ലക്ഷത്തിന് മുകളിൽ വ്യൂസാ. ഇവരുടെ ഒരു മാസത്തെ വ്യൂസ് എടുത്ത് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയൊക്കെ പോയാലും ഒരു 5 to 10 ലക്ഷം രൂപ അത്രയും വരെ സാലറി കിട്ടുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും യൂട്യൂബേഴ്സ് അത് വിടുമോ? തീർച്ചയായിട്ടും എടുത്തിട്ട് പെരുമാറും. ഈ വീഡിയോസ് ഇടുന്ന എല്ലാ യൂട്യൂബേഴ്സിനും അത്യാവശ്യം വ്യൂസും കിട്ടുന്നുണ്ട്. നമുക്ക് ഈ പറയുന്ന പോലെ 10,000 10,000 ഒക്കെ കിട്ടുന്നുള്ളൂ. പക്ഷെ അത്യാവശ്യം വീഡിയോസ് ഒക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സിന് 1 ലക്ഷത്തിന് മുകളിൽ എല്ലാ വീഡിയോസിനും വ്യൂസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പൊ അവരും ഉണ്ടാക്കുന്നുണ്ട് ഇവരെ വെച്ച് പൈസ. പിന്നെ എന്താ, പൈസക്ക് വേണ്ടി തന്നെയാണ് ഇതെല്ലാം വരുന്നത്. ഇപ്പോ യൂട്യൂബിൽ വീഡിയോ ഇട്ട് ഈ പറയുന്ന എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതും എല്ലാനും അവസാനം വന്ന് എത്തി നിൽക്കുന്നത് ഈ പറയുന്ന ഒരു എമൗണ്ടിലാണ്. അപ്പോ അതിന്റെ പേരിൽ പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ആളുകളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇത്രയും തന്നെ പറയാനുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഇട്ട് പെരുമാറിയിട്ട് പിന്നെ അവസാനം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്